Thank you so much. Welcome to Orange Apple Motivational Monster. Day 1502. ഇരുന്നൂറ്റി അത് ഓഗസ്റ്റ് 2024. Thank you so much, everyone. സി നമ്മൾ കഴിഞ്ഞ 3 ദിവസം സംസാരിച്ചത് ആറ്റിറ്റ്യൂഡ് ഓഫ് മേക്കിംഗ് റിലേഷൻഷിപ്പും ആറ്റിറ്റ്യൂഡ് ഓഫ് മെയിൻറ്റെയിനിങ് റിലേഷൻഷിപ്പും ആറ്റിറ്റ്യൂഡ് ഓഫ് ബ്രേക്കിംഗ് റിലേഷൻഷിപ്സും. ആറ്റിറ്റ്യൂഡ് ഓഫ് കെയറിംഗ് റിലേഷൻഷിപ്പ് ഈ കെയറിംഗ് ആറ്റിറ്റ്യൂഡിലെ ഒരു പ്രധാന ഏരിയയാണ്. റിലേഷൻഷിപ്പിനെ കെയർ ചെയ്യണം. There are some certain relationships need to be cared. ചില പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് കെയർ ചെയ്യണം. അതിനുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളത് ഇങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായാലേ പറ്റൂ ഒരു മനുഷ്യന്റെ മേജർ റിലേഷൻഷിപ്പുകളിലൊക്കെ. ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പൊ ആറ്റിറ്റ്യൂഡ് ഓഫ് കെയറിംഗ് റിലേഷൻഷിപ്പ് ബോത്ത് എൻഡില് മാതാപിതാക്കൾ കുട്ടികളോടും കുട്ടികൾ തിരിച്ചും ഉണ്ടാവുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. അത് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്യപ്പെടും, എത്രത്തോളം സർവൈവ് ചെയ്യപ്പെടും, എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു യൂണിവേഴ്സൽ ലോ ആണ്. നമുക്ക് അതിന്റെ കറക്റ്റായിട്ട് അതിന്റെ ഒരു പ്രധാനപദം അതിനെ എങ്ങനെയാവും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ റിലേഷൻഷിപ്പിലെ ആറ്റിറ്റ്യൂഡ് ഓഫ് കെയറിങ് നീഡഡ് ആയിട്ടുള്ള ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ് നിർബന്ധമായിട്ട് വേണ്ട ചില റിലേഷൻഷിപ്പുകളാണ് കുട്ടികളോടും കുട്ടികൾക്ക് മാതാപിതാക്കളോടും ഹസ്ബൻഡ് വൈഫിനോടും വൈഫ് ഹസ്ബൻഡിനോടും ഒക്കെ ഉള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പോ അതേപോലെ തന്നെ ഈ ഫിലോസഫി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഫിലോസഫിക്കലി ഏതെങ്കിലും പർട്ടിക്കുലർ ഫിലോസഫി റിലീജിയനൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഫിലോസഫിനെ അവരെ കെയർ ചെയ്യുകയും കൂടി നിർബന്ധമാണ്. അവരതിൻ്റെ ബാനറിൽ ജീവിക്കുന്ന ഒരാളാണ്, അതിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ അവർ ആ ഫിലോസഫിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആവും ഓട്ടോമാറ്റിക്കലി. ഇതുപോലെ ഇന്ന അച്ഛൻ്റെയും ഇന്ന അമ്മയുടെ മക്കളാണെന്ന് പറയുന്ന ആൾ അച്ഛൻ്റെയും അമ്മൻ്റെയും ബ്രാൻഡ് ഡാമേജ് ആക്കാൻ പറ്റില്ല. ഫിലോസഫിയുടെ ബ്രാൻഡ് ഡാമേജ് ആക്കാതിരിക്കുന്ന ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്നത് പോലെ തന്നെ അച്ഛൻ്റെയും അമ്മൻ്റെയും ബ്രാൻഡ് ഡാമേജ് ആവാതിരിക്കാനുള്ള ഒരു കെയറിങ് ആറ്റിറ്റ്യൂഡ് മക്കൾക്ക് ഉണ്ടാവാനും അതേപോലെ തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു തോട്ട്. ഈ ഫിലോസഫീൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ് അച്ഛൻ്റെയും അമ്മൻ്റെയും ബ്രാൻഡ് അംബാസിഡറാണ് ഭാര്യ ഭർത്താവിൻ്റെയും ഭർത്താവ് ഭാര്യയുടെ ഒക്കെ അവരുടെ ഒക്കെ കെയറിങ് നിർബന്ധമായിട്ട് വേണ്ടതാണ്. അപ്പൊ ഇതാണ് certain റിലേഷൻഷിപ്പുകളിൽ കെയറിങ് ആറ്റിറ്റ്യൂഡ് മാൻഡേറ്ററി. കെയറിങ് ആറ്റിറ്റ്യൂഡ് ജനറലി നല്ലതാണ്, പക്ഷെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പക്ഷേ റിലേഷൻഷിപ്പിന് അകത്തുള്ള കെയറിങ് ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ബ്യൂട്ടി. കാരണം ഇത് ലവിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ, റെസ്പെക്റ്റിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയ കെയറിങ്ങിലൂടെയാണ് വിസിബിൾ ആവുള്ളൂ. ലവിൻ്റെയും അതേപോലെ റെസ്പെക്റ്റിൻ്റെയും രണ്ടും നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. റെസ്പെക്റ്റിൻ്റെയും ലവിൻ്റെയും ചില വിസിബിളായ ഏരിയ കെയറിങ്ങിലൂടെയാണ്. കെയറിങ് എപ്പോഴും വിസിബിൾ ആയിട്ട് കാണും. ചില ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത്, ചില ശ്രദ്ധിക്കുന്നത്, വീട്ടിലേക്ക് വരുന്ന അങ്കിള് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കെയറിങ് നമുക്കുണ്ട്. ഓടിപ്പോയിട്ട് ഗേറ്റൊക്കെ തുറന്നു കൊടുക്കും. മാതാപിതാക്കൾക്ക് ഇരിക്കാൻ സീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, അവരെ കൈ പിടിക്കുന്നത്, ഇതെല്ലാം ഒരു കെയറിങ്. ആ കെയറിങ് എല്ലാം റെസ്പെക്ട് ഓറിയന്റഡ് ആണ്. ഭാര്യയ്ക്ക് അതത് സമയത്ത് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഹസ്ബൻഡിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഭാര്യ, ഇതെല്ലാം കെയറിങ്ങിന്റെ ഭാഗം, വിസിബിൾ ആണ്. ലവിന്റെ വിസിബിൾ ആയിട്ടുള്ള ഏരിയകളാണ്. സോ അതാണ് ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് കെയറിങ് റിലേഷൻഷിപ്സിലെ ഏറ്റവും പ്രധാനം. ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് കെയറിങ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വിദൂരതയിലുള്ള ആളുകളെ ഒക്കെ പോയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും അവരെ വിളിച്ചന്വേഷിക്കുകയും അവരെക്കുറിച്ച് അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് മക്കളുടെ കൂട്ടത്തിൽ, കുടുംബത്തിൽ, ബന്ധുക്കളിലൊക്കെ. അവര്
സാമ്പത്തിക പ്രയാസമുണ്ടെങ്കിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ സഹായിക്കുന്നത്, അവരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇത്തരം ആറ്റിറ്റ്യൂഡ് ഓഫ് കെയറിങ് വളരെ പ്രധാനമാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ബിസിനസ് ചെയ്യുന്ന, ഇരുമ്പ് ബിസിനസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഉമ്മ വളരെ പ്രായം ചെന്നിട്ട് അദ്ദേഹം പലപ്പോഴും ചില സമയത്തൊക്കെ രാവിലെ ചില കാര്യങ്ങൾക്ക് വിളിച്ചാൽ പറയും, എനിക്ക് വരാൻ സാധിക്കില്ല അസ്കർ, അസ്കർ സാറേ ഇനി എൻ്റെ വീട്ടിൽ തിരക്കാണ്. ഞാൻ ഹി വാസ് കെയറിങ് ഹിസ് മദർ. അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാറ്. സി നാട്ടിൽ ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം എന്നെപ്പോലെ ദൂരത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് വേണ്ട റെസ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ കെയറിങ്ങുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്താണ് ഇഷ്ടം എന്ന് അറിഞ്ഞ് ചെയ്ത് കൊടുക്കുന്നതാണ് കെയറിങ്ങിലെ ഏറ്റവും വലിയ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് ആണ് കെയറിങ്ങിലെ ഏറ്റവും വലിയ രസം. അപ്പോൾ ഇങ്ങനെ കെയർ ചെയ്യുന്ന റിലേഷൻഷിപ്പുകളുടെ ഓരോന്നും കെയർ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ ക്വാളിറ്റി ഉള്ള ആളുകൾക്ക് മാത്രമേ നടക്കുള്ളൂ. ഞാൻ അറിയുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹം വളരെ നേരത്തെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മാതാവിനെ നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മാതാവിന്റെ കൂടെ തന്നെ താമസിച്ചു. തിരക്കുള്ള ഡോക്ടറായിരുന്നു. അങ്ങനെ ഒരു പ്രൊഫസറെ എനിക്കറിയാം, ഒരു പ്രിൻസിപ്പൽ കോളേജ്. അദ്ദേഹം നേരത്തെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മാതാവിനെ നോക്കാൻ വേണ്ടി. ഇത്തരത്തിൽ വളരെ സീരിയസ് ആയിട്ട് കെയറിങ് ആറ്റിറ്റ്യൂഡ് ഇൻ റിലേഷൻഷിപ്സ് വളരെ സീരിയസ് ആയിട്ട് കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് മിഠായി കൊണ്ടുവന്നതും അവർക്ക് ചില പർട്ടിക്കുലർ സമയങ്ങളിൽ ചില പർട്ടിക്കുലർ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും അത് സാധിക്കണം എന്നില്ല. സപ്പോസ് നമ്മൾ അതിൽ പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ ഇനിയും സമയമൊന്നും കഴിയുന്നില്ല. ആ ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ജനറലി നമ്മൾ കാണാറുണ്ട്. എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഓരോരുത്തരെ റിസീവ് ചെയ്യാൻ പോകുമ്പോൾ ഹസ്ബൻഡ് വൈഫിനെ റിസീവ് ചെയ്യാൻ പോകുമ്പോൾ വല്ല പൂവിൻ്റെ പൂച്ചെണ്ടൊക്കെ കൊണ്ടുപോകാം. പൊതുവെ സ്ത്രീകൾക്ക് ഈ റോസാപ്പൂക്കളോട് ഇഷ്ടമാണ്, റെഡ് റോസാപ്പൂക്കളോട്. അപ്പോൾ അതൊക്കെ കൊണ്ട് ആളുകൾ പോകുന്നത് കാണാം. അത് ആ ഒരു കെയറാണ്, അവൾക്ക് ഇഷ്ടമുള്ളതാണ് എന്ന് തോന്നിയിട്ട് അതിന് റെസ്പെക്റ്റും ലവും കൂടി ഒരുമിച്ച് ചേർത്തിട്ടാണ് അതിനെ കെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഇതിന് ഇത്ര മെയിൻ്റനൻസുകൾക്ക് കോസ്റ്റ്ലി ഉണ്ടാവും, പൈസ കുറഞ്ഞതുണ്ടാവും. നല്ല കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചില ആളുകൾ കണ്ടില്ലേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ല, ദൂരത്തുള്ള ആളുകൾ ഭക്ഷണം കഴിച്ചോ ഇല്ല, എന്തായത് എങ്ങനെ എവിടെയാണ് ഒക്കെ വല്ല വല്ല കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്ന രൂപത്തിൽ മെസ്സേജ് അയച്ചു. അത് ലവ് കെയറിന്റെ ഭാഗമാണ്. പലപ്പോഴും ഇറിറ്റേഷനാണ്. ചില നെഗറ്റീവായിട്ടുള്ള ആളുകൾക്ക് അത് ഇറിറ്റേഷൻ എടുത്തു. വളരെ പോസിറ്റീവായിട്ട് ആളുകൾക്ക് അത് വളരെ സന്തോഷം, വളരെ നല്ല ആദരവ് കിട്ടിയതുപോലെയും തോന്നും. അപ്പം ആളുകളുടെ ഇതിനനുസരിച്ച് ആളുകളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ചിരിക്കും ആ ചോദ്യത്തിനൊക്കെ ഉള്ള അവരുടെ റിസീവിങ്. ഞാൻ അങ്ങനത്തെ ആളുകളെ ഞാൻ അറിയുന്ന, വളരെ അടുത്ത് അറിയുന്ന ഒരാളുടെ ഭാര്യക്ക് ഭാര്യനോട് എവിടെയുള്ളത്, എങ്ങനെ പോകുന്നത്, യാത്ര എങ്ങനെയാണ്, ഭക്ഷണം കഴിച്ചോ, ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നത് അവൾക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ ആ ഭാര്യ ആ ഭർത്താവിനോട് വളരെ നെഗറ്റീവായിട്ട്, അവർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ടാവും. എന്നോട് അങ്ങനെ ചോദിക്കുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ എന്താ എങ്ങനെയാണ്. അപ്പം അതിനകത്ത് ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് മൈൻഡ് സെറ്റുകൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് പുരുഷന്മാർക്കും ഉണ്ടാവാം. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് കെയറിങ് ആറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുന്നത് ഉണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എവിടെ ഒരു റെസ്പെക്റ്റിന്റെ കുറവോ ലവിന്റെ കുറവോ ഉണ്ട്. റിലേഷൻഷിപ്പുകളിൽ ആവശ്യമുള്ളത് പ്രധാനപ്പെട്ട 2 ചേരുവകളാണ് റെസ്പെക്റ്റും ലവും. അപ്പൊ എവിടെ ഒരു റെസ്പെക്ട് കുറവ് നമുക്ക് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലവ് കുറവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അപ്പോൾ ഈ റിലേഷൻഷിപ്പുകളൊക്കെ കെയർ ചെയ്യാവുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചാൽ, ഇനി അത് ചില വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചെറിയ കുട്ടികൾ അനുജത്തിമാരൊക്കെ പുറത്ത് കാത്തുക്കുന്നതും അവരെ വെൽക്കം ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും അതിൽ എക്സൈറ്റഡ് ആവുന്നതൊക്കെ. ഇതൊക്കെ ബേസിക്കലി കെയർ ആൻഡ് ലവിന്റെ പാർട്ടാണ്. ചില ആളുകളുടെ അടുത്തൊക്കെ നമ്മൾ വളരെ ദൂരത്തുനിന്ന് വരികയാണ് എന്ന്, യാത്ര കഴിഞ്ഞ് വരുന്ന ഭർത്താവ് ഭാര്യനെ വിളിച്ച് പറഞ്ഞാൽ പോലും ചിലപ്പോൾ ഭാര്യ പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുകയോ കാത്തിരിക്കുകയോ അല്ലെങ്കിൽ വാതിൽ തുറന്നു പോലും കൊടുക്കാത്ത അവസ്ഥയുള്ള എത്രയോ സ്ഥലങ്ങൾ, അങ്ങനെയുള്ള എത്രയോ സിറ്റുവേഷൻസ് പോലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പ്രശ്നം ഈ അഫെക്ഷൻ അല്ലെങ്കിൽ ലവ് കറക്റ്റ് അല്ലാത്തത്, അല്ലെങ്കിൽ റെസ്പെക്ട് കറക്റ്റ് അല്ലാത്തത്, റിലേഷൻഷിപ്പിന്റെ റെസ്പെക്റ്റും ലവിന്റെ ഇമ്പോർട്ടൻസ് അറിയാതെ പോകുന്ന പാവപ്പെട്ട ആളുകൾ. അപ്പോൾ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻ്റ് ആണ്. അവർ അറിവില്ലായ്മ തന്നെയാണ് അവരുടെ ഒരു ദാരിദ്ര്യം. അപ്പോൾ അങ്ങനെ അറിവില്ലാത്ത ദരിദ്രരായ ആളുകൾ ധന്യരാവണം അറിവ് കൊണ്ട്.
അങ്ങനെ ആവാൻ പറ്റട്ടെ, നമുക്കൊക്കെ അങ്ങനെ ആവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. So I wishing you all the very best and have a great day. God bless. Thank you so much. We'll meet tomorrow in day 1503, inshallah. Thank you. Bye bye. Love you all.